ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കയറുന്നു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോ ഹാജരായി. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്കും പാലക്കാട് സ്വദേശിനിയായ വനിതാ മോഡലുമാണ് എക്സൈസ് നോട്ടീസ് നൽകിയിരുന്നത്. വിശദാംശങ്ങളുമായി രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരും. ഹാജരാകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എവിടെ കൂടുതൽ വിവരങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നു. രഘു, എപ്പോഴാണ് കൃത്യം എത്ര സമയത്ത് ആണ് ഹാജരായത്? മറ്റാരെങ്കിലും അഭിഭാഷകനോ മറ്റോ കൂടെയുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? മോദി രാവിലെ 10 മണിക്ക് ഹാജരാകാനാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് എക്സൈസ് നോട്ടീസ് നൽകിയിരുന്നത്. അദ്ദേഹം ഒരു 7:45 കൂടി 8 മണിക്ക് മുൻപായി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ നേരത്തെ എത്തിയാൽ മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ചകത്ത് കയറാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം ഷൈൻ ടോം ചാക്കോ നേരത്തെ എത്തിയത്. പക്ഷേ ലൈവ് നൽകാനും മറ്റു മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ആരും ഇവിടെ എത്തിയിട്ടില്ല. രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മാത്രമേ ഇവിടെ എത്തുകയുള്ളൂ. 10 മണിയോടുകൂടി അല്ലെങ്കിൽ 9 മണിക്ക് ശേഷം മാത്രമേ ഉദ്യോഗസ്ഥർ എത്തുകയുള്ളൂ. ഇതിനുശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഈ എക്സൈസ് ഓഫീസിൻ്റെ അകത്ത് ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നുള്ളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കുന്നത്. ഈ 3 പേരാണ് ഇന്ന് ചോദ്യം ചെയ്യുക. അതെ, ഇന്ന് 3 പേര് അന്വേഷണ ഉദ്യോഗസ്ഥൻ തുടക്കത്തിൽ തന്നെ ഇവർ ലഹരി ഇടപാട് ആരാണ് അവർ കസ്റ്റഡിയിൽ എടുത്ത ആദ്യ ഉദ്യോഗസ്ഥൻ താങ്കളാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇവർ ഈ ലഹരി ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടായിരുന്നു അല്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയാൻ കഴിയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് മൊഴി എന്ന് പറയുന്നത് ഈ ലഹരി ഇടപാടുകൾ നടത്തിയെന്നുള്ളതാണ് അങ്ങനെയാണല്ലേ സർ? ഈ കൊച്ചിയിലെ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചുള്ള വിശദാംശങ്ങൾ ഈ തസ്ലീമ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും മറൈൻ ഡ്രൈവിൽ ഒരു ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉണ്ടല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയാം, അദ്ദേഹത്തിനെ കുറിച്ച് അറിയാം. ഏതായാലും തുടക്കം മുതൽ തന്നെ അവരത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ സിനിമ അതേ രീതിയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് അല്ലെ? ഈ സിനിമാ ബന്ധങ്ങൾ ഒരു കാര്യം, അതായത് ഈ 3 കിലോ കൊണ്ടുവരുന്ന സമയത്ത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം തുടക്കത്തിൽ എന്താണ് ഇവർ പറഞ്ഞത്? ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്? ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന് ഞങ്ങളോട് പറഞ്ഞു. ഈ സിനിമാടന്മാർക്ക് വേണ്ടി കൊണ്ടുവന്നാണ് പറഞ്ഞു. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇന്ന് 3 പേരെന്തോ ഹാജരാകുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. മറ്റൊരു ഇപ്പോൾ ചിത്രത്തിലില്ലാത്ത മറ്റൊരു പ്രമുഖ നടനെ പിന്നിലുണ്ടെന്നുള്ള ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നത്. രഘു, പറയൂ, ഈ ചോദ്യം ചെയ്യലിനെ തുടർന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ ഇവരെ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ വിളിപ്പിച്ചിട്ടുള്ളത്? എന്താണ് വിശദാംശങ്ങൾ? മോദി, ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ എക്സൈസ് ഉദ്യോഗസ്ഥരാണ് നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ചത്. സിനിമാ മേഖലയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ നടന്മാരുടെ പേരുകളൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ ഉദ്യോഗസ്ഥരുടെ പക്കൽ ഉള്ളതാണ് വസ്തുത. കാരണം ഇവരൊക്കെ തമ്മിൽ തസ്ലീമയുമായി ഇവർ വാട്സാപ്പ് ചാറ്റ് നടത്തിയിട്ടുണ്ട്, സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. എന്ന് മാത്രവുമല്ല, ഈ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള അല്ലെങ്കിൽ ഈ കഞ്ചാവ് കേസുകളിലൊക്കെ ഈ തൊണ്ടി സാധനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ലഹരി ഉൽപ്പന്നങ്ങൾ കൂടി പിടിച്ചാൽ മാത്രമേ കേസ് വളരെ സ്ട്രോങ് ആവുകയുള്ളൂ, കോടതിയിൽ തെളിയിക്കാൻ പറ്റുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഈ ഹൈബ്രിഡ് കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളാണെങ്കിൽ ഒരു കുറച്ചധികം കിലോ കൈവശമുണ്ടെങ്കിൽ മാത്രമേ വലിയ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സഹായിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ സിന്തറ്റിക് ഡ്രഗ് പോലെയുള്ളവയാണെങ്കിൽ ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും ശക്തമായ കേസ് എടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ കൂടുതൽ 1 കിലോയിലധികം കൈവശം വെക്കണമൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ, നിയമപരമായ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള സിനിമാ മേഖലയിലെ 5 പേർക്ക് നോട്ടീസ്
നൽകിയത്. 3 പേരോട് ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാവാനും മറ്റു 2 പേരോട് നാളെ ഹാജരാകാനും വേണ്ടിയായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് എത്താൻ വേണ്ടി ഷൈൻ ടോം ചാക്കോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം രാവിലെ തന്നെ 8 മണിക്ക് മുൻപായി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങൾ എത്തുന്നതിന് മുമ്പ് ഓഫീസിനകത്ത് കയറാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരിക്കാം അദ്ദേഹം നടത്തിയത്. പക്ഷേ ആ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ